അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പരിപാവനമായ ഷഅബാൻ അല്ലേ, ഷഅബാൻ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയാണ്. ഈ ഷഅബാനിലൂടെ നമ്മൾ കടന്നാണ് റമദാനിലേക്ക് എത്തുക. ഷഅബാൻ മാസത്തെ നല്ല രൂപത്തിൽ നമ്മൾ മുതലാക്കിയാലാണ് റമദാനിൽ നമുക്കൊരുപാട് എളുപ്പത്തിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു പരിശീലനം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിക്റിൻ്റെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക. നിങ്ങൾ പങ്കെടുക്കും എന്നറിയാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോൾ വരുന്ന റമദാൻ അള്ളാഹു തആല നമ്മുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കാനുള്ള വലിയൊരു ചവിട്ടുപടിയാണ് പരിശുദ്ധമായ ഷഅബാനിലെ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസ്. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തെ ദിക്റിലേക്ക് കടക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് നൽകിയ ഒരു സമ്മാനമുണ്ട്. മൂസാ നബിയുടെ സമ്മാനം ആർക്ക്? നമുക്ക്. ഏതാണത്? ഒരു ദിക്റാണ്. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ വൃക്ഷം നടുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു തആല ദുന്യാവിൽ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് നൽകുന്നതാണ്. അതായത് ദുന്യാവിൽ ഒരു ദിക്ർ പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ട പ്രതിഫലമാണ്, അല്ലെങ്കിൽ വൃക്ഷം നടുന്നത് പോലെയാണ്, വൃക്ഷം നട്ടവനാണ് എന്ന് ഇതിൻ്റെ പ്രതിഫലത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ സാധാരണ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം പറയാറുള്ള ദിക്റാണ്. ആ ദിക്റുകൾ 2-3 ദിക്റുകൾ ചേർത്തിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. അതിശ്രേഷ്ഠമായ ദിക്റാണ്. അല്ലാഹു തആല ഈ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ, ആമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 99 രോഗങ്ങൾക്ക് ശിഫയാണ്, ആത്മീയമായ ഒറ്റമൂലിയാണ്, മരുന്നാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് ആദരവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദിക്റിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകതകളുള്ള ആ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് പറയാം.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ 1000 വർഷത്തെ പുണ്യങ്ങൾ നമുക്ക് വാരിക്കോരി നേടാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്വമുള്ള ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ദിക്റുകളുടെ രാജാവ് അതാണ്. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി ചേർത്താൽ അത് 1000 വർഷത്തെ പുണ്യങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ തന്നെ നമുക്ക് നേടിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ഒന്നിച്ച് കുറച്ച് വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി നിൽക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഖാൻ. ആ സൂറത്തു ദുഖാൻ ഈ ശഅബാൻ മാസത്തിൽ ഓതൽ വളരെ പുണ്യമുള്ളതാണ്. ദുഖാൻ സൂറത്ത് മുഴുവനും ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ശഅബാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെ ഒരു മനുഷ്യൻ
ഈ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് വലിയ നേട്ടമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, അവൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് എന്നൊക്കെ പല റിവായത്തുകളിൽ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് 15 പ്രാവശ്യമാണ് ഓതേണ്ടത്. നമുക്ക് ബറക്കത്തിനായി ഒരു 2 പ്രാവശ്യം സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാം. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം പോലെ ആ 8 ആയത്തുകൾ ഓതി തീർക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതാൻ പോവുകയാണ്. എല്ലാവരും കൂടെ ഓതുക. ഇനി ഓതാൻ പറ്റാത്ത മെൻസസ് ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കൂലിയുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. അൽഹംദുലില്ലാഹ്, ഒരു വട്ടം നമ്മൾ സൂറത്തു ദുഖാനിന്റെ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. 2 വട്ടം നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്തു ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സമയം പോലെ ഓതി തീർക്കുക 13 പ്രാവശ്യം. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനും മരണത്തിന് ശേഷമുള്ള ഖബറാകുന്ന അതുപോലെ മഹ്ശറയാകുന്ന ലോകത്തൊക്കെ എല്ലാവിധത്തിലുള്ള വിജയങ്ങൾ കിട്ടാനും മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച ചെറിയൊരു ദുആയുണ്ട്. നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഇത് സ്വന്തമായി നമ്മുടെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തിയാൽ വളരെ ഖൈറാണ്. ഏതാണ് ആ ദുആ?
اللهم بارك في الموت وفيما بعد الموت 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 بعد الموت اللهم بارك في الموت وفيما 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 بعد الموت പരിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞു. ശഅബാനിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസത്തിൽ തൊട്ടേ നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വായുണ്ട് ബറക്കത്തിന് വേണ്ടി. അപ്പോൾ റജബ് മാസം കഴിഞ്ഞു, ഇനി ആ ദ്വാ വേണ്ട എന്നല്ല, ഇനിയും ആ ദ്വാ വേണം. അപ്പോൾ റജബ് മാസത്തിലെ ബറക്കത്തുകൾ നിലനിന്ന് കിട്ടാനും വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നേടിയെടുക്കാനും റമദാനിലേക്ക് എത്തി റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും മുത്ത് റസൂല് പഠിപ്പിച്ച ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് നല്ല മനസാന്നിധ്യത്തിൽ പറയുക. اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഇത് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റാണ്. നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടുന്ന ഒരു ദുആയാണ്, ദിക്റാണ്, തസ്ബീഹാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ ഖബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ محمد اللهم صل عليه وسلم اللهم صل على 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 محمد اللهم صل عليه وسلم അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ارحم والدينا كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أرحم الراحمين يا ربي ലോകരക്ഷിതാവായ റഹ്മാനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ തസ്ബീഹിന്റെ ഞങ്ങളുടെ തക്ബീറിന്റെ ഞങ്ങളുടെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ ദുആഇന്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹുവേ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്.
മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ്, മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞവരാണ്. റഹ്മാനെ, നിന്റെ ഇബാദത്തുകളിൽ പോരായ്മകൾ വരുത്തിയവരാണ്. എല്ലാം നീ സ്വബൂറാക്കണേ അല്ലാ, എല്ലാം നീ ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദരിമാര്, ഉമ്മമാര്, ഭർത്താവ് മരണപ്പെട്ടു പോയവരാണ്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഭാര്യ മരണപ്പെട്ടു പോയിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മാതാപിതാക്കൾ ഖബറിലാണ്, മക്കള്, സഹോദരി സഹോദരന്മാര്. റഹ്മാനെ, മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഞങ്ങളോട് ദുആ വസിയത്ത് പറയുന്നത്. റഹ്മാനെ, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അല്ലാഹുവേ അറ്റാക്ക് പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ ഒരുപാട് പ്രതിസന്ധികളകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ കണ്ടത് കുത്തിയെടുത്തിട്ട് അല്ലാഹുവേ പടച്ചവനെ ടെസ്റ്റിന് അയച്ച ആളുകളുണ്ട്. റഹ്മാനെ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ അല്ലാ, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഖൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യങ്ങളും നീ സലാമത്തും ബറക്കത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ലോക മുസൽമാനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, അഭിമാനത്തിലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്, നോമ്പ് പിടിച്ചവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, തസ്ബീഹ് പറഞ്ഞവരാണ്, സ്വതക കൊടുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ്. റഹ്മാനെ, ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുത്ത് റസൂലിന്റെ റൗള കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹു, മക്കളൊക്കെ കഞ്ചാവിന്, മയക്കുമരുന്നിന് അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്നവരിൽ, മാതാപിതാക്കളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. പലരുടെയും വീട് പണി നടക്കുകയാണ്, നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിജയത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, ടെൻഷൻ മാറ്റി നൽകണേ അല്ലാ, മാനസികമായ പിരിമുറുക്കങ്ങൾ മാറ്റണേ അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, എല്ലാ ഖൈറാത്തുകളും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
الظالمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.